നമ്മുടെ നാട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഇന്നാണ്. സോ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ആരായിരിക്കും കേരളത്തിൽ അധികാരത്തിലെത്തുക എന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കേരളമൊട്ടാകെയുള്ള എല്ലാ മനുഷ്യരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പല എക്സിറ്റ് പോൾ ഫലങ്ങളും വന്നപ്പോൾ അതിനകത്ത് മുൻതൂക്കം നമുക്ക് കാണാൻ കഴിയുന്നത് യു ഡി എഫിനാണ്. നേരിയ മുൻതൂക്കം യു ഡി എഫിനുണ്ട്. പക്ഷെ അപ്പോഴും ഒരു ടൈറ്റ് ഫൈറ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എൽ ഡി എഫ് തകർന്നടിയുന്ന ഒരു സ്ഥിതിവിശേഷമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ യു ഡി എഫിനും എൽ ഡി എഫിനും അധികാരത്തിൽ തിരിച്ചെത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യതകളുണ്ട് ഇന്നത്തെ ഫലം വരുമ്പോൾ. അതോടൊപ്പം തന്നെ ബി ജെ പി ഒരുപക്ഷെ ഞെട്ടിക്കുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കാനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ കൗതുകമുള്ള കുറച്ച് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് പ്രിയങ്ക ഗാന്ധി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമോ എന്നൊരു ചർച്ച. രാഹുൽ ഗാന്ധി വന്നിട്ട് നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല, വേണ്ടേ എന്ന് ചോദിച്ചിട്ട് പോയതിന് ശേഷമാണ് ഈ ചർച്ച തുടങ്ങിയത്. കേരളത്തിനകത്ത് മുഖ്യമന്ത്രിയാകാനായിട്ടുള്ള മത്സരവും അല്ലെങ്കിൽ ആ ഒരു പദവിക്ക് വേണ്ടിയുള്ള ഫൈറ്റും പല കോണുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതിനിടയിൽ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെടുന്നവരും ഒരുപാട് പേര് ഉണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ മത്സരിച്ച് ജയിച്ചൊരു എം ആണ്. രാഹുൽ ഗാന്ധിയും കേരളത്തിൽ മത്സരിച്ച് ജയിച്ചൊരു ആളായിരുന്നു. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയാണ് കേരളത്തിൽ നിന്നുള്ള ഒരു എം പറയാൻ പറ്റില്ല, ഇനി അങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ സംഭവിക്കാം ചിലപ്പോൾ. എന്താണ് പ്രേക്ഷകർക്ക് തോന്നുന്നത് കമന്റ് ചെയ്യൂ. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ നമുക്കറിയാം കേരളം ആര് ഭരിക്കുമെന്ന്. ഒരു പക്ഷേ 3.0യും സാധ്യതയുണ്ട് കേട്ടോ, നമുക്ക് അതും തള്ളിക്കളയാൻ പറ്റില്ല. ബി ജെ പിയുടെ വളർച്ച എത്രത്തോളം ഉണ്ട് എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി കാണാം.